ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ABC സാലഡ്, ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട് സാലഡ്. ഇപ്പോഴും ABC സാലഡ് എന്ന് വിളിക്കാറുണ്ട്. ഇത് വളരെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായൊരു സാലഡാണ്. രക്തശുദ്ധീകരണത്തിന് ബീട്രൂട്ട് നമ്മുടെ കരളിലെ വിഷാംശങ്ങളിൽ നിന്ന് മുക്തമാക്കാനും രക്തം ശുദ്ധീകരിക്കാനും ബീട്രൂട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് വളരെ നല്ലൊരു സാലഡാണ്. ഇതിൽ വൈറ്റമിൻ സിയും എയും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഒപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിനൊക്കെ നല്ല തിളക്കങ്ങൾ, ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിലൊക്കെയുള്ള ചുളിവുകളൊക്കെ മാറ്റാനും നല്ലൊരു തിളക്കമൊക്കെ കിട്ടാൻ സഹായിക്കും. അതേപോലെ തന്നെ ആപ്പിളും ക്യാരറ്റിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന നാരുകൾ നമ്മുടെ ദഹനം സുഗമമാക്കാനും സഹായിക്കും. ഒപ്പം തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ സാലഡ്. ഇത്രയൊക്കെ ഗുണങ്ങളുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ എന്നിവയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് ഒരു ഫുള്ള് ബീട്രൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ അപേക്ഷിച്ച് നമ്മൾ എടുക്കുന്നതിൽ അപേക്ഷിച്ച് വളരെ ചെറിയൊരു കഷ്ണം മാത്രമേ ബീട്രൂട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ തോലയ്ക്ക് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ക്യാരറ്റിന്റെയും പുറത്തെ തോലയ്ക്ക് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. നമ്മളിത് വളരെ ചെറിയ കഷ്ണമായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. വളരെ കനം കുറച്ച് മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. ക്യാരറ്റിന്റെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടാവില്ല. അപ്പം നമ്മൾ വളരെ ചെറിയതായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്കിത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിത് വളരെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇതേ രീതിയിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നീളത്തിൽ മുറിച്ചിട്ട് ഒന്നുകൂടെ ചെറുതാക്കി നടുക്കൂടെ ഒന്ന് മുറിച്ച് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ടൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ ക്യാരറ്റ് കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ക്യാരറ്റ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മുറിച്ചതിന് ശേഷം 2-3 കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് നന്നായിട്ട് വേഗത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ആപ്പിളിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ നെടുകെ കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പം എൻ്റെ കത്തിയുടെ മൂർച്ച കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നന്നായിട്ട് മുറിയണില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്സാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ സെറാമിക് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു തുണിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്ലിപ്പാവില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മൂർച്ച കൂടി കിട്ടും. അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അപ്പം എനിക്കിത് സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വെച്ച് ഇനി ഒന്ന് അരിഞ്ഞ് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എനിക്ക് നന്നായിട്ട് ഇപ്പം സ്പീഡിൽ അരിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കത്തിയുടെ മൂർച്ചയൊക്കെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക. അപ്പം ഞാൻ ഇതേ രീതിയിൽ ഇപ്പോൾ അതേ ആപ്പിളെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നതിൽ രുചി മാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ക്യാരറ്റിലും ബീട്രൂട്ടിലും ഒക്കെയുള്ള ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ശരീരം നന്നായിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശരീരത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഇതിൽ ചേർക്കണത്. അപ്പോൾ അത് ഒരിക്കലും ഒഴിവാക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഇതിൽ നിന്നുള്ള നീര് ഇറങ്ങും, എന്നിട്ട് വെള്ളം പോലെയാവും. അപ്പം നീര് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിൽ ചേർക്കില്ല. നമ്മൾ എപ്പോഴാണോ കഴിക്കണത് അതിന് 5 മിനിറ്റ് മുന്നേ മാത്രം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അതിൽ മാത്രം ഉപ്പ് ചേർത്തെടുത്ത് കഴിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സാലഡ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഇതേ രീതിയിൽ സൂക്ഷിക്കാം. ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപ്പ് ചേർത്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് ഇത്. രാവിലെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ നമ്മൾ രാത്രിയിൽ വൈകി കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഗട്ട്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വൈകി കഴിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നമ്മുടെ മീൽസിന് മുന്നേ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. അപ്പോൾ പുതുതായിട്ട് ചാനൽ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.